ലോകത്തെവിടെയും മലയാളിയുടെ കയ്യൊപ്പുണ്ടാകും. ലോകം കാണാനും സ്വപ്നങ്ങൾ സ്വന്തമാക്കാനുമുള്ള മലയാളിയുടെ തീവ്ര തൃഷ്ണയുടെ ബാക്കിപത്രമാണ് ഈ കയ്യൊപ്പ്. എന്നാൽ സ്വപ്നങ്ങൾ തേടിപ്പറന്ന റിൻസൻ ജോസ് എന്ന പേര് ഇന്ന് ഒരു ഞെട്ടൽ മാത്രമാണ് മലയാളിക്ക്. ലോകം അമ്പരന്ന ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രോണിക് ആക്രമണ പരമ്പരയാണ് ലെബനനിൽ കണ്ടത്. ലോകം നടുങ്ങിയ ആ ആക്രമണത്തിൽ ഒരു മലയാളിയുടെ പേരും ഉയർന്നു കേട്ടു. റിൻസൻ ജോസ് എന്ന വയനാട് ജില്ലയിലെ മാനന്തവാടി സ്വദേശിയുടേതാണ് ആ പേര്. റിൻസണിന് പേജർ പൊട്ടിത്തെറിയിൽ ബന്ധമുണ്ട് എന്നാണ് സംശയിക്കപ്പെടുന്നത്. ഒരു പരസ്യ പ്രതികരണത്തിനും ഇതുവരെ തയ്യാറാകാത്ത ഇദ്ദേഹം ഇപ്പോൾ എവിടെയാണ് എന്ന് ബന്ധുക്കൾക്ക് പോലും അറിയില്ല. അമേരിക്കയിലേക്ക് കടന്നതായി സുഹൃത്തുക്കൾ പറയുമ്പോൾ ഹംഗറിയിൽ ഇദ്ദേഹത്തെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഏജൻസികൾ മാറ്റിയെന്നും പറയപ്പെടുന്നുണ്ട്. ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയ ആയിരക്കണക്കിന് മലയാളികളിൽ ഒരാളായിരുന്നു കഴിഞ്ഞ ദിവസം വരെ റിൻസൺ. 10 വർഷം മുൻപ് UK പോയ അദ്ദേഹം കുറച്ചു കാലം അവിടെ ജോലി ചെയ്ത ശേഷമാണ് നോർവേയിലേക്ക് കുടിയേറിയത്. നോർവേയിലെത്തിയ ഇദ്ദേഹം ഇവിടെ പുതിയ ജോലിയും തേടി. DN മീഡിയ എന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തിന് നോർവേ പൗരത്വവുമുണ്ട്. നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് എന്ന ഷെൽ കമ്പനി ഇതിനിടെ റിൻസൺ ബൾഗേറിയയിലെ സോഫിയ ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതൊരു കടലാസ് കമ്പനിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. റിൻസനും സ്ഫോടനവും തമ്മിലുള്ള ബന്ധമെന്ത്? ലെബനനിൽ ഇറാനിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സായുധ സേനാ വിഭാഗമാണ് ഹിസ്ബുള്ള. ഇവർ ഉപയോഗിക്കുന്ന 3000-ഓളം പേജറുകളാണ് കഴിഞ്ഞ ദിവസം ഒരേ സമയം പൊട്ടിത്തെറിച്ചത്. ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്നും സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നും ആരോപിച്ച് ഹിസ്ബുള്ള വിശദമായ അന്വേഷണവും നടത്തി. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹിസ്ബുള്ള തായ്വാൻ കമ്പനി ഗോൾഡ് അപ്പോളോയിൽ നിന്ന് 5000-ഓളം പേജറുകൾ വാങ്ങിയതെന്ന കാര്യം പുറത്തു വന്നത് ഇതിന് പിന്നാലെയുമാണ്. എന്നാൽ പേജറുകൾ നിർമ്മിച്ചത് തങ്ങളല്ല എന്ന് ഗോൾഡ് അപ്പോളോ വ്യക്തമാക്കുകയും ചെയ്തു. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന BC എന്ന കമ്പനിയാണ് പേജറുകൾ നിർമ്മിച്ചത് എന്നാണ് ഇവർ വെളിപ്പെടുത്തിയത്. ഇതോടെ അന്വേഷണം ഹംഗറിയിലേക്ക് നീങ്ങി. ക്രിസ്റ്റീന ആർസിയാൻഡോൻകോന ബാൻസോണി എന്ന 49-കാരിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടേതായി ആകെ കണ്ടെത്തിയതാണ് ഒരു ഒഴിഞ്ഞ കെട്ടിടവും കമ്പനിയുടെ പേരെഴുതിയ A4 സൈസ് പേപ്പർ വലുപ്പത്തിലുള്ള ഒരു ബോർഡും മാത്രം. ക്രിസ്റ്റീനയെ സംഭവത്തിന് പിന്നാലെ കാണാതായതോടെ അന്വേഷണം കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചായി. ഈ ഘട്ടത്തിലാണ് റിൻസന്റെ ഉടമസ്ഥതയിലുള്ള നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് അന്വേഷണത്തിലേക്ക് വരുന്നത്. BACയുമായി 15 കോടിയുടെ സാമ്പത്തിക ഇടപാട് നടന്നതാണ് ഇതിന് കാരണം. പേജർ നിർമ്മിച്ച കമ്പനി എന്ന് പറയപ്പെടുന്ന BACക്ക് 2 കമ്പനികളിൽ നിന്നാണ് പണം എത്തിയത്. ഇതിലൊന്നാണ് റിൻസന്റെ നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ്. ബൾഗേറിയ ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത ഈ കമ്പനി ആരംഭിച്ചത് 2022 ഏപ്രിൽ മാസത്തിലാണ്. പ്രൊജക്ട് മാനേജ്മെന്റാണ് തങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയെന്നാണ് കമ്പനി രേഖകൾ വ്യക്തമാക്കുന്നത്. യാതൊരു ഉൽപ്പന്ന നിർമ്മാണവും ഇവിടെ നടന്നിട്ടില്ല. കമ്പനിയുടെ വിലാസം ഇത് വെറുമൊരു കടലാസ് കമ്പനിയാണ് എന്ന് അടിവരയിട്ട് അടയാളപ്പെടുത്തുന്നുമുണ്ട്. റിൻസന്റെ കമ്പനി പ്രതിക്കൂട്ടിലേക്ക് വന്നതോടെയാണ് ബൾഗേറിയയിലെ നാഷണൽ സെക്യൂരിറ്റി എന്ന അന്വേഷണ ഏജൻസി പരിശോധനകളിലേക്ക് കടന്നത്. നാഷണൽ റവന്യൂ ഏജൻസിയുമായി ചേർന്ന് നടത്തിയ ഈ സംയുക്ത അന്വേഷണത്തിൽ റിൻസണോ കമ്പനിക്കോ പേജർ സ്ഫോടനങ്ങളിൽ പങ്കുള്ളതായി കണ്ടെത്തിയിട്ടുമില്ല. രാജ്യത്തെ നിയമം പാലിച്ചുള്ള പണമിടപാട് മാത്രമാണ് റിൻസന്റെ കമ്പനി നടത്തിയിട്ടുള്ളൂവെന്നും ഭീകര പട്ടികയിലുള്ള സംഘടനകളുമായോ സ്ഥാപനങ്ങളുമായോ കമ്പനി ഇടപാട് നടത്തിയതായി തെളിവില്ല എന്നും ബൾഗേറിയൻ അന്വേഷണ ഏജൻസി അറിയിക്കുന്നുമുണ്ട്. എന്നാൽ റിൻസൺ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം ഇവർ നൽകുന്നുമില്ല. ഹംഗറിയിൽ BAC കമ്പനിയും ഏറെക്കുറെ ഇതേ നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. വെറുമൊരു ആസ്ഥാന കെട്ടിടം ഉണ്ട് എന്നല്ലാതെ ഇവർ ഏതെങ്കിലും ഉപകരണം നിർമ്മിക്കുന്നതായി തെളിവില്ല. എന്നാൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ക്രിസ്റ്റീന കമ്പനിയെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല. സെപ്റ്റംബർ 17 മുതൽ ഇവരെയും കാണാതായി. ഹംഗറിയിൽ സുരക്ഷിത താവളത്തിലേക്ക് ക്രിസ്റ്റീനയെ മാറ്റിയെന്നാണ് നിലവിലെ വിവരം. ഇതേ ദിവസം തന്നെയാണ് റിൻസണിനെയും കാണാതായത്. നോർവേ പൗരനായ റിൻസണിനെയും സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയതാകാമെന്ന് കരുതപ്പെടുന്നുണ്ട്. എന്നാൽ ബന്ധുക്കൾക്ക് ഇതേപ്പറ്റി ഇതുവരെയും യാതൊരു വിവരവുമില്ല. മാസങ്ങളോളം നീണ്ട ആസൂത്രണത്തിന് ഒടുവിലാണ് ഹിസ്ബുള്ളയുടെ പേജറുകൾ തകർത്ത് 3000-ഓളം പേരെ ഒരേ സമയം ആക്രമിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന ആരോപണവും ബലപ്പെടുന്നുമുണ്ട്. പക്ഷേ അതിന് പിന്നിൽ റിൻസണും ഉൾപ്പെട്ടിട്ടുണ്ടോ? അല്ല, റിൻസൺ കരുവാക്കപ്പെട്ടതാണോ? റിൻസൺ എവിടെയാണ്? തുടങ്ങി അനവധി ചോദ്യങ്ങൾ ഇപ്പോഴും ഉയരുകയാണ്. തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള നൽകിയ മുന്നറിയിപ്പിന് റിൻസന്റെ ജീവനും ഭീഷണി തന്നെയാണ്.